സംസാരിക്കുന്ന ഇടങ്ങളെല്ലാം സമ്പന്നമായിരിക്കും. കൂട്ടുകാർ തമ്മിലിരിക്കുന്ന സമയത്ത് അവർക്കിടയിൽ ഒരു സംസാരം ഉണ്ടെങ്കിൽ അവിടെ ഒരു നനവുണ്ടാവും, അവിടെ ഒരു കുളിരുണ്ടാകും, അവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സമൃദ്ധി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് ഇനി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലായി കഴിഞ്ഞു കഴിഞ്ഞാലും, അതേപോലെ തന്നെ കുട്ടികളും മാതാപിതാക്കളും തമ്മിലായി കഴിഞ്ഞാലും, ഒരു ബിസിനസ്സുകാരനും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫും തമ്മിലുള്ള സംസാരമായി കഴിഞ്ഞാലും ഒക്കെ അവരൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു മനോഹാരിത രൂപപ്പെടുന്നു എന്നുള്ളതാണ്. എന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇവർ തമ്മിൽ ആരും സംസാരിക്കുന്നില്ല. സംസാരിക്കാതെ ഇരിക്കുന്ന ഒരു കൂട്ടുകാർ, സംസാരിക്കാതെ ഇരിക്കുന്ന ഭാര്യയും ഭർത്താവും, സംസാരിക്കാതെ ഇരിക്കുന്ന മക്കളും മാതാപിതാക്കളും, ഇവിടെ ഒരു ദാരിദ്ര്യം, അതല്ലെങ്കിൽ അവിടെ ഒരു വരണ്ട ഒരു അനുഭവം മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പൊ സംസാരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവർ തമ്മിൽ ചേർന്ന് നിൽക്കുന്നു എന്നാണ്, അവരവരെ ചേർത്തു പിടിക്കുന്നു എന്നുള്ളതാണ്, അവർ തമ്മിൽ കൂട്ടുകെട്ടിലാണ് എന്നുള്ളതാണ്. ഒരാളുമായി നാം പിണങ്ങുകയാണെങ്കിൽ ആദ്യം വിച്ഛേദിക്കുന്നത് സംസാരമായിരിക്കും. അപ്പോൾ സംസാരിക്കുക എന്നതിൻ്റെ അർത്ഥം തന്നെ നമ്മൾ ആളുകളുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ കണക്ഷൻസ് രൂപപ്പെടുത്താൻ നമ്മുടെ സംസാരത്തെ നമ്മൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആളുകളുമായിട്ട് നമുക്ക് ബന്ധം സ്ഥാപിക്കാനും അതിലൂടെ നമ്മുടെ ലൈഫിനെ നമുക്ക് മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നു.